പാത്രമറിഞ്ഞ് ദാനം കൊടുക്കണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് എത്രയോ ശരിയാണെന്ന് നമ്മുടെ വരിഞ്ഞവിളാച്ചൻ പലതവണ കാണിച്ചു തന്നു. എന്നിട്ടും മലങ്കര സഭാ നേതൃത്വത്തിന് മനസ്സിലായില്ല. അങ്ങനെയാണല്ലോ 7-70 വരെ ക്ഷമിക്കാനല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും നടപടി വിലക്കിൽ ഒതുക്കിയത്. ഞങ്ങൾ ഈ പുറത്തുവിടുന്ന ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് മനസ്സിലാകും ഈ പാമ്പിനെയാണല്ലോ ഇത്രയും നാൾ പാല് കൊടുത്തതെന്ന്. എന്നാലും സഭാ നേതൃത്വത്തിന് കാര്യം മനസ്സിലാകില്ല. അന്നം തരുന്ന സഭയെയും കുടുംബം പോറ്റുന്ന സഭാസ്ഥാപനമായ കൊട്ടാരക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാര്യയുടെ ജോലി പോലും അവഗണിച്ചുകൊണ്ടും മറന്നുകൊണ്ടും സ്വന്തം സഭയ്ക്കും സഭാപിതാക്കന്മാർക്കുമെതിരെ സഭയുടെ ശത്രുക്കളോടൊപ്പം ചേർന്ന് രഹസ്യത്തിൽ സഭയ്ക്കെതിരെ അപമാനകരമായതും ഇല്ലാ കഥകളും ചോർത്തി കൊടുക്കുന്നത് ഒരു ഓർത്തഡോക്സ് സഭാവൈദികന് ചേരുന്നതാണോ? സോഷ്യൽ മീഡിയയിൽ സഭയെ അവഹേളിക്കുവാൻ, സഭയുടെ സ്ഥാനികളെയും തിരുമേനിമാരെയും മറ്റു വൈദികരെയും അപമാനിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും ഈ കത്തനാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ചില്ലറയല്ല. എന്നും സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം സഭയെ ഉപയോഗിക്കുന്ന ഈ കത്തനാർ യഥാർത്ഥ ഓർത്തഡോക്സുകാരനല്ല, പാത്രിയാർക്കീസുകാരുടെ ചാരനാണ്. അവിടുന്ന് ആചാരം വാങ്ങി ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ മാത്യൂസ് ദ്വിതീയൻ ബാവയെ പറഞ്ഞു കബളിപ്പിച്ചു കേറിക്കൂടിയതാണ്. ചരിത്രങ്ങളൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ തീരില്ല. കൊടിയ വിഷം ചീറ്റുന്നതായ ഈ സംഭാഷണം ശ്രദ്ധിക്കൂ. ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ചെന്നപ്പം ആ അച്ഛന് ഫോൺ വന്ന് പുറത്തോട്ട് പോയി. അച്ഛനൊരു സ്കൂളിന്റെ ചുമതലയൊക്കെ വന്ന അച്ഛനായിട്ട് ആ അച്ഛന്റെ കൊച്ചമ്മ കയറി പിടിച്ച് വലിയ പ്രശ്നം ഉണ്ടായി. അവസാനം അച്ഛന്റെ കൊച്ചമ്മയുടെ അപ്പം ചെന്ന് പരാതി പറഞ്ഞിട്ട് ഈ ഡിയസ്കോറസ് 20 തന്നെ ഇതൊരു പൗരസ് ചെയ്യുന്ന ഒരു കാലത്തുള്ള സംഭവമാണ്. ഇതുവരെ ഒരു നടപടി പോലും എടുക്കാതെ ഇവര് പൊതുവെ. പക്ഷേ ഈ കൊച്ചമ്മ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, വളരെ റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. എന്റെ ആ പരാതികളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞാനും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് അച്ഛൻ ആത്മഹത്യ ചെയ്യാനൊക്കെ തുടങ്ങിയത് അതെല്ലാം ഇപ്പൊ പൊങ്ങും. അച്ഛൻ നിയമപരമായിട്ട് ഫ്രാങ്കോയെ ആക്കിയതിൽ ഇങ്ങനെ 2 മാസം കാത്താക്കും. ഇപ്പൊ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടോസ്റ്റമേഴ്സ് ഈ അച്ഛന്മാരുമായിട്ട് സൗഹൃദമുള്ളതിന്റെ ആളുകൾ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞതും എല്ലാം നിങ്ങൾ ഒരു ഇതിലായിരുന്നല്ലോ. ആരും ഒന്നൂടൊന്ന് വിട് പുറത്ത്, അതൊന്ന് കേൾക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ. എന്റെ പൊന്നു, എന്റെ എഴുത്തുകളൊക്കെ നിങ്ങൾക്കറിയാം. പുരോഹിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും പണ്ട് മുതലേ ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ സഭയെ ശുശ്രൂഷിക്കാൻ അറിയാൻ നിങ്ങൾ 6 വർഷം മുമ്പ് വാഴക്കുന്നതിന്റെ പേരിൽ ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ ഗതികേട് സഭയ്ക്ക് ഉണ്ടാകുമായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ പുറത്തു വെച്ച ഒരു വാർത്ത ജന്മയാണ് ഈ അച്ഛനായിട്ടുള്ള സൗഹാർദ്ദം പുറത്തു കൊണ്ടുവരും. അതൊന്നുകൂടെ റീസംപ്രേഷണം ചെയ്യുക. ഇവന്റെ 12ാം തീയതി സീനോട് കമ്മിറ്റി എടുക്കും. സംഭവം വളരെ ഗൗരവകരമായ ഒരു കാര്യം. 4-5 വർഷം വരും, 6 വർഷം വരുമെന്ന് കേട്ടിട്ട് ഡിയസ്കോറോസിന് പരാതി കൊടുത്തു. ഈ വൈദിക ഭാര്യയും മാമോദീസവും കുഞ്ഞുമായിട്ട് അന്നേരം ഒന്നും മേടിച്ചില്ലല്ലോ. ഗിഫ്റ്റ് കൊടുക്കാൻ ചേർന്നത് ആരംഭനെ. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ട് എന്നൊരു നന്ദി പറഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അന്നേരം മേടിക്കുകയല്ലോ. അവരൊക്കെ നല്ല റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. അതിപ്പം പുറത്ത് വരും. ഇപ്പൊ എനിക്കൊരു ഫോൺ, അത്യാവശ്യമായ ഒരു ഫോൺ, ഒരു സ്കൂളിന്റെ ചാർജുള്ള ആളാ ഞാൻ. അന്നേരം ഒരു മെട്രാന്റെ മുമ്പിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിന്ന് ഇച്ചിരി ദൂരോട്ട് കണ്ണും നട്ട് കയറിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇയാൾക്ക് കാണാൻ വൈദികന്റെ ചലനങ്ങള്. ഇയാൾ അന്നേരം കയറി കൊച്ചിനെ കയറി പിടിച്ചു. അവരാണ് നല്ല റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്, വളരെ റെസ്പെക്ട്. അവര് കുടുംബാത്തിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. എന്റെ പൊന്നു കുഞ്ഞ്, അവര് പരാതി കൊടുത്തിട്ട് അന്ന് ഞാൻ പ്രോസസ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിട്ട് എനിക്ക് എന്റെ ഒരു കോപ്പി തന്നു. അത് എനിക്കും തന്നൂന്ന് മാത്രമേ ഉള്ളൂ. അത് എന്റെ കൊടുക്കാണ്ട് കേസ് വരുമ്പോ ഞാൻ അത് സാക്ഷിയാണ്. അല്ലല്ല ഇയാളെ മാറ്റി നിർത്താനായിട്ട് സിനഡ് കൂടുന്നതിന്റെ അന്നായിരുന്നു പുള്ളിക്ക് കോഡ് വന്നത്. ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ സിനഡ് വിളിച്ചു കൂട്ടി. ആ സിനഡിലാണ് അപ്പോഴത്തേനും കോഡ് വന്ന് ബാബ ആശുപത്രി പോകുന്നത്. അല്ലെങ്കിൽ അന്ന് ഇയാളെ പുറത്തു കളഞ്ഞത്. ഇതെല്ലാവർക്കും അറിയാം. അത് പക്ഷെ ഇതൊരു ഗൗരവകരമായ കാര്യമാണല്ലോ ഈ സ്വവർഗത്തിന്റെ. അതൊന്ന് വിചാരിച്ചു അറിയട്ടെ. ഞാൻ പറഞ്ഞ പിന്നെ മനസ്സിലായി. ഇപ്പൊ തന്നെ നിക്കോഡിമോസിന്റെ നിങ്ങളൊരു വാർത്ത ഇപ്പൊ രാവിലെ പഴയ തുറന്നെടുത്ത് വീണ്ടും ഇട്ടല്ലോ. ഏതായാലും വാഴക്കുന്ന് ഇറങ്ങിയിരിക്കുകയല്ല. വാഴക്കുന്നിന് മട്ടായിയായിട്ട് തെറ്റി ബാവയുടെ. അപ്പം ഇത് കലങ്ങിയെ പോവോ? അതെല്ലാം ഇപ്പൊ ഇറങ്ങുമല്ലോ. വെയിറ്റ് ചെയ്യും. അവൻ ആംബിയറുള്ളവനാണ്, അവനൊരു കോളേജ് പ്രൊഫസറാണ്, വ്യക്തിത്വമുള്ളവനാണ്. പക്ഷേ ഇവിടെ സിനഡ് വിളിച്ചു കൂട്ടുന്നവൻ സ്വവർഗമാണ്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അവിടെ കൈകാര്യം ചെയ്യേണ്ടത് ഇയാളിതിന് മറുപടി പറയട്ടെ. ഞാൻ ചോദിച്ച സുനില് ഇത്രയും നാളായിട്ട് പുറത്തു വിട്ടതിൽ ആരെങ്കിലും പറ്റിയിട്ടുണ്ട്?
നിങ്ങൾ കോൾ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വ്യക്തിഗതി ചെയ്തോ? തിരുവനന്തപുരം മെത്രാന്റെ കൊല്ലൂട്ടുകാരനാണ് കുട്ടപ്പൻ എന്നുള്ള വേറെ ഇന്നലെ വൈകിട്ട് അവൻ പുറത്തു വിട്ടല്ല ഗബ്രിയലിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പുറത്തു വിട്ടു. അപ്പൊ ഇയാളാണ് ഇവനെ ഇട്ടിരിക്കുന്നതെന്നുള്ളവരെ ഇപ്പൊ പുറത്തായല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് ഈ 12-ാം തീയതി ഇരിക്കുന്ന സിനിമയില് വാഴക്കുന്നതിന് ഷെൽജു അപ്രേമിന്റെ വിഷയത്തിൽ അപ്രേം ഇന്നലെ ഒരു സംഭവം പുറത്തു വിട്ടല്ലോ. പുറത്തു വിട്ടത് റോങ് ആണ്. അപ്പൊ മോനെ, സത്യം എന്ന് പറഞ്ഞത് പ്രപഞ്ച സത്യമാണ്. ഈ പ്രപഞ്ച സത്യത്തെ മൂടി വെക്കാൻ ആർക്കും സാധിക്കില്ല. അവരത് നിയമപരമായി അഡ്വക്കേറ്റുമാരുമായിട്ട് മൂവ് ചെയ്ത് അതിന് കാലകരണമില്ല. അവരത് മൂവ് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പൊ പൂച്ചം പുറത്തിറങ്ങിയപ്പോ അവരത് കൈകാര്യം ചെയ്യുമ്പോ അത് ഗവൺമെന്റ് നടപടിയാണ്. അതല്ല ഇപ്പം കറക്റ്റ് ആവുമെന്നേ. അതൊക്കെ അവര് പരാതി മൂവ് ചെയ്തിട്ട് മതിയല്ലോ. അവര് ഒരു റെസ്പെക്റ്റഡ് പേഴ്സണാണ്. അതവിടെ നിൽക്കട്ടെ. ഇത് ഈ സ്വവർഗം എന്ന് പറയുന്ന ഈ സംഭവം ഇവന്മാരെല്ലാം രാത്രി പൂച്ചകളാണ്. ഇപ്പൊ നിങ്ങൾ നിക്കോദിമോസിന്റെ ഇപ്പൊ പുറത്തു വിട്ടാലോ, ഇത് തെളിയട്ടെന്നേ ചോദിച്ചോട്ടെ. എന്റെ മടി കനയില്ലാത്തതുകൊണ്ട് എനിക്ക് നിൽക്കാമല്ലോ. ഇതിനെല്ലാം എതിർക്കുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ. നിങ്ങൾക്കറിയാലോ, ഇതിനെല്ലാം എതിർക്കുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ അന്നും ഇന്നും. അതാണല്ലോ ഇവിടുത്തെ വിഷയം. നമ്മളായിട്ട് എന്തിനാ അങ്ങനെ കഥ? അതൊക്കെ ദൈവം സമയത്ത് കൊടുത്തോളൂ എന്നേ. നിങ്ങൾ സമാനപ്പെട്ടു. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.